يا رسول الله يا رسول الله يا حبيب الله يا حبيب الله النبي صلوا عليه صلوات الله. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹമായി നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് വെള്ളം. നമ്മുടെ പ്രദേശങ്ങളിൽ വെള്ളം സുലഭമായി കിട്ടിയാൽ അതിൻ്റെ നന്മ ജനങ്ങളും മറ്റ് ജീവികളും നമ്മുടെ സസ്യങ്ങളും എല്ലാം അനുഭവിക്കും. ഞാനൊരു 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ചെറിയ കുട്ടികളോട് 4-5 കവുങ്ങിൻ്റെ തൈ നനയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. കാരണം വെള്ളം ലഭിക്കാതെ ചെറിയ കവുങ്ങിന്റെ തൈകൾ ഉണങ്ങിപ്പോകുന്നതായി കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വളരെ വലിയ അനുഗ്രഹമാണ് വെള്ളം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വലിയ അനുഗ്രഹമായി നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. എല്ലാ വസ്തുക്കളെയും വാസ്തവത്തിൽ വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിക്കുന്നത് തന്നെ. അർഹമർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കുന്നു. ആ മഴ അവന്റെ അനുഗ്രഹമാണ്. മഴ പെയ്യുന്നതിന്റെ പിന്നിൽ ധാരാളം മലക്കുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. പക്ഷേ അല്ലാഹു ഈ ഭൂമിയിൽ ഏത് കാര്യവും ചെയ്യാറുള്ളത് അവന്റെ ഉദ്യോഗസ്ഥന്മാര് മുഖേനയാണ്, അവന്റെ സൈന്യങ്ങൾ മുഖേനയാണ്. അല്ലാഹുവിന് ആ സൈന്യങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ആവശ്യം ഇല്ല. പക്ഷേ അവന്റെ തീരുമാനമാണ്. അവൻ ഈ ഭൂമിലോകത്ത് എന്ത് നടപ്പാക്കുമ്പോഴും ആ നടപ്പാക്കുന്നതിന്റെ കാരണക്കാരായി കുറെ സൃഷ്ടികളെ നിശ്ചയിക്കുക എന്നതും ആ കാരണക്കാരി എന്ന നിലക്ക് അവർക്കൊരു ബഹുമാനം നൽകുക എന്നതും അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ നിലക്ക് എല്ലാ വിഷയങ്ങൾക്കും കാരണക്കാരായി പ്രവർത്തിക്കുന്നവർ ഉണ്ട്. അതിൽ മലക്കുകൾ ഏറ്റവും പ്രധാനമാണ്. ആ മലക്കുകളുടെ ധാരാളം പ്രവർത്തനങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവൻ നിശ്ചയിക്കുന്ന സമയത്ത് ലോകത്ത് മഴ പെയ്തുകൊണ്ടിരിക്കും. ആ
മഴ അള്ളാഹുവിന്റെ റഹ്മത്താണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തരുന്ന മഴ അവന്റെ മലക്കുകളുമായി അടുത്തു നിൽക്കുന്ന വെള്ളമാണ് മഴവെള്ളം. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വാഴ തുടങ്ങാൻ നോക്കുമ്പോൾ മഴ പെയ്തല്ലോ എന്നൊരു പ്രതിഷേധത്തിന്റെ ചിന്ത ആരുടെയും മനസ്സിൽ തോന്നിപ്പോകരുത് എന്ന് ആമുഖമായി ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ വിഷയം പരലോകമാണ്. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു വസ്തുവാണ് മഴ. കാരണം നിങ്ങൾക്കെല്ലാം കാണാം, നമ്മുടെ പറമ്പുകളിൽ വളപ്പുകളിൽ ധാരാളം പച്ചപ്പുല്ലുകൾ ഉണ്ടായിരുന്നു. ആ പച്ചപ്പുല്ലുകൾ മഴ വിട്ടുനിന്നതിന് ശേഷം ഉണങ്ങിപ്പോയി. ആ ഉണങ്ങിപ്പോയ പുല്ലുകൾ പിന്നീട് ഉണങ്ങി അത് ഛിന്ന ഭിന്നമായി പൊടിപൊടിയായി നശിച്ചുപോയി. ആർക്കും കണ്ടാൽ തോന്നും ഇനി ഇവിടെ പുല്ലൊന്നും മുളക്കുകയില്ല, ആ പുല്ലൊക്കെ നശിച്ചു കഴിഞ്ഞു എന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന സ്ഥലത്ത് ഒരു നല്ല മഴ പെയ്താൽ ആ മഴ പെയ്യുന്നതോടുകൂടി ഉണങ്ങി പൊടിപൊടിയായി നശിച്ചുപോയ പുല്ലുകൾ തെഴുത്തു വളരുന്നതായി നമുക്ക് കാണാം. ആ സ്ഥലത്ത് പച്ച പുല്ലുകൾ വളർന്നു പന്തലിച്ച് നിറഞ്ഞു കിടക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പുല്ലുകൾ വേനൽക്കാലത്ത് നശിച്ച് പൊടിപൊടിയായി നാമാവശേഷമായി കഴിഞ്ഞതാണ്. ഇനി ഈ പുല്ലുകൾക്ക് ഒരു പുനർജന്മം നാം പ്രതീക്ഷിക്കുന്നില്ലാത്തതുപോലെയാണ്. പക്ഷേ നല്ല ഒരു മഴ പെയ്തപ്പോൾ ഉണങ്ങിയ പുല്ലുകളെല്ലാം പച്ചയായി വീണ്ടും വളർന്നു വരും. ഈ പുല്ലുകൾ അല്ലാഹു വെച്ചിട്ടുള്ളത് കന്നുകാലികൾക്ക് തിന്നാൻ വേണ്ടി മാത്രം അല്ല. ഈ പുല്ലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് നമുക്ക് പാരത്രിക ലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ്. ഈ ഭൂമിയിൽ കുറച്ചു കാലം സുഖിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം മരണമടഞ്ഞതിന് ശേഷം ആ മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ശരീരം മറ്റേതെങ്കിലും വിധത്തിൽ നശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ, സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ മയ്യിത്ത് മണ്ണിൽ മറമാടണം എന്നാണ് നിയമം. എന്നാൽ കടലിലൂടെ നീണ്ട യാത്ര ചെയ്യുന്ന സമയത്ത് കരയിൽ മറവ് ചെയ്യാനുള്ള സാഹചര്യം ലഭിക്കാതിരിക്കുമ്പോൾ വെള്ളത്തിൽ കെട്ടി താഴ്ത്തുകയായിരിക്കും പരിഹാരം. ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട രൂപത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസമില്ലാത്ത ആളുകൾ പലരും ശരീരം ദഹിപ്പിച്ചു കളയാറുണ്ട്, ചുട്ട് കരിച്ചു കളയാറുണ്ട്. ഏത് വിധത്തിൽ ശരീരം നശിച്ച് ചാമ്പലായി പോയാലും, ജീർണിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് പോയാലും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ രണ്ടാമത് പുനർജീവിപ്പിക്കുക എന്നത് അല്ലാഹുവിന് ഒരു പ്രശ്നമേ അല്ല. അത് പ്രശ്നമല്ല എന്നത് നോക്കി പഠിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചയായ പുല്ലുകൾ വേനൽക്കാലത്ത് ഉണക്കിയതിന് ശേഷം ആ പുല്ലിന്റെ അവശിഷ്ടങ്ങൾ പോലും കാണാത്ത വിധം അത് പൊടിപൊടിയായി നശിച്ചതിന് ശേഷം ഒരു നല്ല മഴ, ആ മഴ പെയ്യുന്നതോടുകൂടി നശിച്ചു കഴിഞ്ഞ പുല്ലുകളതാ വളരെ ഭംഗിയായി മുളച്ചു ഉയരുന്നത് നാം കാണും. ആ പുല്ലുകൾ വീണ്ടും വളർന്ന് പന്തലിക്കുന്നതായി നാം കാണും. നേരത്തെ
ചിന്തിക്കാത്ത മനുഷ്യൻ കരുതിയത് ആ പുല്ല് ഉണങ്ങി നശിച്ചുപോയി എന്നാണ്. പക്ഷേ നശിച്ചിട്ടില്ല. അതിന്റെ ചെറിയ അവശിഷ്ടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ പുല്ലുകളെ മുളപ്പിച്ച് നേരത്തെ ഉള്ളതിനേക്കാൾ ഭംഗിയായി ആ പുല്ല് വളർന്ന് പന്തലിക്കുന്നതാണ് നാം കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വെച്ചിട്ടുള്ളത് എന്തിനാണ്? വെറും കന്നുകാലികൾക്ക് തിന്നാൻ വേണ്ടി മാത്രം അല്ല. അല്ലാഹു തആല ഈ പാഠം വെച്ചിട്ടുള്ളത് സാധുക്കളായ നമുക്ക് മരണശേഷമുള്ള ജീവിതം, ആ ജീവിതത്തെക്കുറിച്ച് അല്ലാഹു നമ്മെ ജീവിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പാഠം പഠിക്കാൻ വേണ്ടി ഒരു ചെറിയ മാതൃക, ഒരു മോഡൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴ പെയ്യുന്ന സമയത്ത് മുളച്ചൂരുന്ന പുല്ലിലൂടെ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, മഴ പെയ്യുന്ന സമയത്ത് മഴ എന്ന് പറയുന്നത് നമ്മുടെ വിഷയവുമായി വളരെ ബന്ധപ്പെട്ടതാണ് മഴ എന്നത് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, വാസ്തവത്തിൽ 2 ദിവസം വാവ് പറഞ്ഞാലും ഇനി ഒരു 200 ദിവസം തന്നെ വാവ് പറഞ്ഞാലും ലോകത്തുള്ള ഒരൊറ്റ മനുഷ്യനെയും സന്മാർഗത്തിലാക്കാൻ ഈ സാധുവായ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുത്തവർക്ക് മാത്രമാണ് അത് ലഭിക്കുന്നത്. ആ സന്മാർഗത്തിന്റെ വെളിച്ചം വാസ്തവത്തിൽ ഒരു വെള്ളം പോലെയാണ്. ഒരു വെള്ളം, ഈ മഴയുടെ വെള്ളം, ആ വെള്ളം ഭൂമിയിലേക്ക് ലഭിച്ചാൽ ആ ഭൂമി ഫലപുഷ്ടിയുള്ള ഈ വിതരണം ചെയ്യും. അതിനാൽ സസ്യങ്ങൾ ഇവിടെ മുളച്ചു വരികയും അത് വളർന്നു കൊണ്ടിരിക്കുകയും ആ സസ്യങ്ങളിൽ നിന്ന് ധാരാളം പഴങ്ങളും ധാരാളം കായ്കനികളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതുപോലെ മനുഷ്യന്റെ ആത്മീയമായ രംഗത്ത് മനുഷ്യന് സജീവത ലഭിക്കാൻ മനുഷ്യന് നൽകപ്പെടുന്ന വെള്ളമാണ് വാസ്തവത്തിൽ ദീനിന്റെ അറിവുകൾ, ദീനിന്റെ ഇൽമ്. ആ ഇൽമാകുന്ന വെള്ളം മനുഷ്യന്റെ ആത്മാവിന് ലഭിക്കുമ്പോൾ ആത്മാവ് വെറും പാറ പോലെ ഉറച്ചതല്ലെങ്കിൽ, അഥവാ മനുഷ്യന്റെ മനസ്സ് പാറ പോലെ ഉറച്ചതല്ലെങ്കിൽ, നല്ല മഴ ഒരു വലിയ പാറക്കല്ലിന്റെ മേലെ പെയ്താൽ ആ മഴ പെയ്ത വെള്ളം ആ പാറക്കല്ലിൽ നിന്ന് ഒലിച്ചങ്ങ് തീർന്നു പോവുകയാണ്. അതേസമയം ആ വെള്ളം കൊണ്ട് പാറക്ക് ഫലം ചെയ്തില്ല. ആ പാറയിൽ വേറെ ഒന്നും മുളച്ചു വരുന്നും ഇല്ല. അതിന്റെ മേൽ ഒരു സസ്യവും വളർന്ന് ഒരു കായയും കനിയും ആർക്കും ലഭിക്കുന്നുമില്ല. എന്നാൽ അതേ മഴവെള്ളം തന്നെ ഫലപുഷ്ടിയുള്ള നല്ല ഒരു മണ്ണിൽ ലഭിച്ചാൽ ആ മണ്ണ് ആ വെള്ളം ശേഖരിച്ചു വെക്കുകയും ആ മണ്ണിന് തന്നെ അതിന്റെ ഫലം ഉണ്ടാവുകയും ആ മണ്ണിൽ നിന്ന് ധാരാളം സസ്യങ്ങൾ മുളക്കുകയും ആ സസ്യങ്ങളിലൂടെ ധാരാളം കായ്കനികളും ഫലങ്ങളും പഴങ്ങളും സമൂഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ കുറിച്ചുള്ള ഇൽമ്, ആ അറിവ്, ലോകത്ത് മഴ പെയ്യിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, ആ മഴയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മലക്കുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാറക്കല്ലിന്റെ മേലെ മഴ പെയ്താൽ ആ മഴയുടെ വെള്ളം പാറക്കല്ല് സ്വീകരിക്കുന്നില്ല, പാറക്കല്ലിനോ മറ്റുള്ളതിനോ ഉപകരിക്കുന്നില്ല. അതേസമയം അതേ മഴ തന്നെ ഫലപുഷ്ടിയുള്ള മണ്ണിൽ വന്ന് വീഴുമ്പോൾ മണ്ണ് ആ വെള്ളം സ്വീകരിക്കുന്നു. അതിനാൽ ധാരാളം സസ്യങ്ങളും പഴങ്ങളും പലതും നമുക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്ന വ്യക്തി എത്ര നന്നായിരുന്നാലും ശരി, ഇൽമു പറയുന്ന വ്യക്തി എത്ര നന്നായാലും ശരി, നന്നായില്ലെങ്കിലും ശരി, പറയുന്ന വിഷയങ്ങൾ ഒരു ഫലപുഷ്ടിയുള്ള മണ്ണിന് വെള്ളം ലഭിക്കുന്നത് പോലെ പറയുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി എനിക്ക് ഉൾക്കൊള്ളണം എന്ന് ചിന്തിക്കുന്ന നല്ല മനസ്സുമായി വരുന്ന ആളുകൾ,
ആ വരുന്ന ആളുകളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന വിജ്ഞാനം വാസ്തവത്തിൽ ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന വിജ്ഞാനം കൊണ്ട് അവന്റെ ഹൃദയം പ്രകാശിക്കുകയാണ്. അതിന്റെ പേരിൽ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് പലതിനും പുഷ്ടിയുണ്ടാവുകയാണ്. എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരത്തിലെ അവയവങ്ങൾ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കൽപ്പിക്കപ്പെട്ട വിഷയങ്ങൾക്ക് അവന്റെ അവയവങ്ങളും ശരീരവും അവൻ ഉപയോഗപ്പെടുത്തുകയാണ്. ആ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ അവന്റെ ശരീരത്തിന് ഫലം കിട്ടുന്നതിന്റെ പുറമെ അവന്റെ ഈമാനും തഖ്വയും കാരണത്താൽ ലോകത്ത് ധാരാളം ആളുകൾക്ക് അതിന്റെ ഫലം അനുഭവിക്കുകയാണ്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് അത് ഇറക്കുന്നത് അല്ലാഹു ആയിരുന്നതുകൊണ്ട് അതിന്റെ കാരണക്കാരായി പ്രവർത്തിക്കുന്നത് മലക്കുകളായതുകൊണ്ട് മാത്രം വെള്ളം ഫലം ചെയ്യുന്നില്ല. മറിച്ച് പാറയിലാകുമ്പോൾ അതിന് ഫലം ലഭിക്കുന്നില്ല. പുഷ്ടിയുള്ള നല്ല മണ്ണിലാകുമ്പോൾ ഫലം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്ന വ്യക്തി എത്ര നന്നായതുകൊണ്ടും നമുക്ക് ഇൽമു പറഞ്ഞു തരുന്ന വ്യക്തി എത്ര വലിയ മഹാനായതുകൊണ്ടും നമുക്ക് ഫലം കിട്ടുകയില്ല. ഫലം കിട്ടണമെങ്കിൽ നമ്മളൊന്ന് നല്ലവരായിത്തീരണം. അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പര്യാപ്തതയിലേക്ക് നാം എല്ലാവരും ഉയർന്നു വരണം. ഈ സാധുവായ ഞാൻ ഇവിടെ എന്റെ സദസ്സിലുള്ള മുതഅല്ലിമീൻ, ഈ സദസ്സിലുള്ള ആലിമീൻ, ഈ സദസ്സിലുള്ള സാദാത്തുക്കൾ, ഈ സദസ്സിലുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, നിങ്ങൾ ആരുടെയെങ്കിലും പ്രാർത്ഥന കൊണ്ട്, നിങ്ങൾ ആരുടെയെങ്കിലും ദുആ കൊണ്ട് മാത്രം വിജയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിവരം വളരെ കുറഞ്ഞവനും അമല് തീരെ ഇല്ലാത്തവനും ആരെയും ഉപദേശിച്ച് നന്നാക്കാനുള്ള യോഗ്യതയില്ലാത്തവനുമാണ്. പക്ഷേ എന്റെ ഹൃദയത്തിൽ വെളിച്ചം തരേണ്ടവൻ അല്ലാഹുവാണ്. നിങ്ങളുടെ ഹൃദയത്തിലും വെളിച്ചം നൽകുന്നവൻ അല്ലാഹുവാണ്. നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കുക. കുല്ലുക്കും ളാലിൻ, നിങ്ങളെല്ലാവരും പിഴവിലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അല്ലാഹു പറയുന്നതായ ഒരു ഹദീസ് പഠിപ്പിച്ചു. ആ ഹദീസിൽ അല്ലാഹു പറയുന്നത് കുല്ലുക്കും ളാലിൻ, നിങ്ങളെല്ലാവരും പിഴച്ചവരാണ്, അഥവാ പിഴക്കാനുള്ള സാഹചര്യത്തിലാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ സന്മാർഗത്തിലാക്കിയവൻ ഒഴികെ. ഞാൻ ഒരാൾക്ക് സന്മാർഗം കൊടുത്താൽ അവന് സന്മാർഗം ലഭിച്ചു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് സന്മാർഗം തേടുകയും. കുല്ലുക്കും ജാഇഉൻ, നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്, ഞാൻ ഭക്ഷണം കൊടുത്തവൻ ഒഴികെ. ഫസ്തത്ഇമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം തേടുകയും. കുല്ലുക്കും ആരിൻ, നിങ്ങളെല്ലാവരും നഗ്നരാണ്. ഇല്ലാമൻ കസൗതുഹു, ഞാൻ വസ്ത്രം ഉടുപ്പിച്ചവനൊഴികെ. അതിനാൽ ഫസ്തക്സൂനി, നിങ്ങളെല്ലാവരും എന്നോട് വസ്ത്രം തേടുകയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ എല്ലാം കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. എല്ലാറ്റിന്റെയും അധികാരം അല്ലാഹുവിങ്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിദായത്തിന്റെ വെളിച്ചം, അവന്റെ ഇൽമിന്റെ പ്രകാശം നമുക്ക് തരും എന്ന പ്രതീക്ഷയോടുകൂടി അല്ലാഹുവിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ടായിരിക്കണം നാം ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നത്. സഹോദരന്മാര്, അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇൽമു കൊടുക്കാൻ കുറേ ദിവസങ്ങൾ വാഴ് പറയേണ്ടതില്ല, കുറേ ദിവസങ്ങൾ വാഴ് കേൾക്കേണ്ടതില്ല. അത് ഇൽമു കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് വേണ്ടെന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊടുക്കാൻ നാം ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും പ്രധാനമായി എന്ത് നാം പഠിച്ചോ പഠിച്ചത് പ്രാവർത്തികമാക്കുക. ഇത്തഖുല്ലാഹ വ യുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അല്ലാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിച്ചാൽ യുഅല്ലിമുകുമുല്ലാഹ്,
അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടാവുകയും അല്ലാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയും അല്ലാഹു വിരോധിച്ചത് കൈയൊഴിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു അവന്റെ വകയിൽ സ്പെഷ്യലായി നമുക്ക് അറിവ് നൽകും എന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും മരിച്ചു പോകുന്നവരാണ്. ഈ ലോകം പാരത്രിക ലോകത്തിനു വേണ്ടി ഒരുക്കി വെക്കാൻ വേണ്ടി നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള ഒരു ലോകമാണ്. നാം ഇവിടെ ആരും സ്വദേശികൾ അല്ല, നമ്മളിവിടെ വിദേശികളാണ്. സ്വദേശികളായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. വിദേശികൾ സ്വദേശികൾ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കാർക്കും എന്നോട് കംപ്ലൈന്റ് വേണ്ട. ഞങ്ങളൊക്കെ ഇവിടെ പരപ്പരങ്ങാടിക്കാരല്ലേ, ഞങ്ങളിവിടെ സ്വദേശികളല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് ഇവിടെ സ്വദേശികൾ എന്നാർക്കും തോന്നുന്നതിനർത്ഥമില്ല. നാം എല്ലാവരും നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, വെറുതെ മഴ കൊള്ളേണ്ടതില്ല, നല്ല സ്ഥലമുണ്ടല്ലോ, മഴയിൽ കൊള്ളാതെ തന്നെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, വെറുതെ എന്തിനാണ് മഴ കൊള്ളുന്നത്? സഹോദരന്മാരെ, നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ഉപ്പാപ്പയാണ്. ആ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. സ്വർഗം നമ്മുടെ സ്വദേശമാണ്. ആ സ്വദേശത്തേക്ക് നമുക്ക് തിരിച്ചു പോകണം. ഈ ഭൂമിലോകം നമുക്ക് വിദേശമാണ്. നമ്മൾ ഇവിടെ വെച്ച് ദുബായിൽ പോകുന്നവരും ആ ദുബായിൽ പോകുന്നവർ വിദേശത്ത് പോകുന്നവരെന്നാണ് നാം അവരെ സംബന്ധിച്ച് പറയുക. എന്തുകൊണ്ട്? അവർ അവിടെ വീട് വെച്ച് താമസിക്കുന്നവരല്ല. അവർ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പരപ്പരങ്ങാടിയിലാണ്. അവർ അവരുടെ സന്താനങ്ങളെയും ഭാര്യമാരെയും ഒത്ത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ കുടുംബങ്ങളുമായി സന്തോഷം പങ്കിടാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ നാട്ടുകാരുമായി അവരുടെ സാമൂഹ്യ ജീവിതത്തിന്റെ പങ്കാളിത്തം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചത് അവർ പരപ്പനങ്ങാടിയിലാണ്. നേരെ മറിച്ച് ദുബായിൽ പോകുന്നത് എന്തിനാണ്? അത് വിദേശത്ത് പോവുകയാണ്. എന്തിനാണ് വിദേശത്ത് പോകുന്നത്? സ്വദേശത്ത് സുഖമായി ജീവിക്കാൻ വേണ്ടിയാണ്. സ്വദേശത്ത് സുഖമായി ജീവിക്കാൻ കുറച്ചു കാലം വിദേശത്തേക്ക് പോവുകയാണ്. വിദേശത്ത് പോകുന്ന സമയത്ത് വിദേശത്ത് എനിക്ക് സുഖകരമായി ജീവിക്കണം എന്ന് ആരും ചിന്തിക്കാറില്ല. മറിച്ച് വിദേശത്ത് പോയി അധ്വാനിക്കണം. ആ വിദേശത്ത് നിന്നുള്ള അധ്വാനം കൊണ്ട് സ്വദേശത്ത് വന്ന് എനിക്ക് സുഖമായി ജീവിക്കണം. ആരും ഒരു വിസ സംഘടിപ്പിച്ച് ദുബായിലേക്ക് പോകുമ്പോ അവിടെ പോയി സുഖകരമായി എനിക്കവിടെ ഒരു വീടൊക്കെ നിർമ്മിച്ച് അവിടെ കൂടണം എന്ന് മനസ്സിലാക്കി പോകാറില്ല. മറിച്ച് എനിക്കവിടുന്ന് തിരിച്ചു പോരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. അവിടെ കൂടണം എന്ന് മനസ്സിലാക്കി ആരും പോകുന്നില്ല. തിരിച്ചു പോരണം എന്ന നിലക്ക് പോകുന്നത് കൊണ്ട് തന്നെ ആ സ്ഥലത്ത് നമുക്ക് എത്ര സൗകര്യം വേണം എന്ന് നമ്മൾ ആലോചിക്കുന്നേയില്ല. അവിടെ നാം എത്ര സൗകര്യം കുറഞ്ഞ വിധത്തിലും ജീവിക്കാൻ സന്നദ്ധമാണ്. അവിടെ എത്ര അധ്വാനിക്കാനും നാം സന്നദ്ധമാണ്. ഏത് ജോലിയെടുക്കാനും ഏത് സമയത്ത് ഉറക്കമൊഴിക്കാനും ഏത് സമയത്ത് എന്തും ചെയ്യാൻ വിദേശത്ത് നാം സന്നദ്ധമാണ്. കാരണം എനിക്ക് എന്റെ സ്വദേശത്തേക്ക് തിരിച്ചു പോകണം. സ്വദേശത്തേക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് നല്ല സമ്പാദ്യത്തോടുകൂടെ തിരിച്ചു പോകണം. എനിക്കെന്റെ നാട്ടിൽ പോയാൽ ഇനി ഇങ്ങോട്ട് വരാതെ തന്നെ അവിടെ സുഖകരമായി ജീവിക്കാൻ ആവശ്യമായതെല്ലാം എന്റെ ഈ യാത്രയിൽ എനിക്ക് കരുതാൻ സാധിക്കണം. ഈ ചിന്തയോടുകൂടി കഠിനാധ്വാനം ചെയ്യുകയാണ് കുടുംബങ്ങളൊന്നുമില്ലാത്ത ഏതോ ഒരു നാട്ടിൽ പോയിട്ട്. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് നമ്മുടെ ഭൗതിക ലോകത്തുള്ള സ്വദേശവും വിദേശവുമാണെങ്കിൽ ശരിക്ക് നാം ആഴത്തിൽ ചിന്തിച്ചാൽ കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഈ ഭൗതികമായ ലോകം നമ്മുടെ സ്വദേശമല്ലേ? അല്ല. ഈ ഭൗതികമായ ലോകം നമുക്ക് വിദേശമാണ്. നമ്മുടെ സ്വദേശം നാം ആദ്യം താമസിച്ച വീടാണ്. അത് അല്ലാഹു ജല്ല ജലാലുഹു മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗമാണ്. മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗം.
അതാണ് വാസ്തവത്തിൽ നമ്മുടെ സ്വദേശം. ആ സ്വർഗത്തിൽ നിന്ന് സ്വദേശത്തേക്ക് തന്നെ തിരിച്ചു വരാൻ ആവശ്യമായ പരീക്ഷ എഴുതാൻ വേണ്ടി, ആവശ്യമായ വസ്തുക്കൾ സമ്പാദിക്കാൻ വേണ്ടി വിദേശത്തേക്ക് വന്നവരാണ് നാം. ഈ വിദേശ ജീവിതം എന്നും ജീവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല. ഈ വിദേശത്തെ ജീവിതം എന്നും നിലനിൽക്കും എന്ന് നാം കരുതുന്നുമില്ല. നമ്മുടെ അവധി എത്തിയാൽ, നമ്മുടെ വിസയുടെ അവധി കഴിഞ്ഞാൽ നാം സ്വദേശത്തേക്ക് യാത്ര തിരിച്ചു പോകുന്നത് പോലെ നമുക്ക് ഈ ഭൂമിയിൽ നിശ്ചയിക്കപ്പെട്ട വിസയുടെ സന്ദർഭം കഴിഞ്ഞാൽ, നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ള സന്ദർഭം കഴിഞ്ഞാൽ നമുക്ക് സ്വദേശത്തേക്ക് തിരിച്ചു പോകണം. ആ സ്വദേശത്തേക്കുള്ള തിരിച്ചുപോക്കാണ് മരണം. ആ സ്വദേശത്തേക്കുള്ള തിരിച്ചുപോക്കിനു വേണ്ടി, ആ സ്വദേശമാണ് പാരത്രിക ലോകം, പരലോകം. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, പരലോകം എന്നതാണ് വിഷയം. ആ സ്വദേശത്തേക്ക് പോകാൻ ആവശ്യമായ വസ്തുക്കൾ നമ്മുടെ ചെറിയ ജീവിതത്തിനിടയിൽ കഠിനാധ്വാനം ചെയ്ത് ഒരുക്കി വെക്കുക എന്നതാണ് വാസ്തവത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യന്റെ ബാധ്യത. നാളേക്ക് എന്ത് തയ്യാർ ചെയ്തു വെച്ചു എന്ന് ഓരോ ശരീരങ്ങളും ചിന്തിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇവിടെ കാലകാലം താമസിക്കുന്നില്ല, താൽക്കാലികമായൊരു ലോകം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദുബായിൽ പോയ ഒരു മനുഷ്യന് ആ ദുബായിൽ അദ്ദേഹത്തിന് എത്ര ദിവസം നിൽക്കാനുള്ള വിസയുണ്ട് എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു ബോധമുണ്ട്. 3 കൊല്ലത്തെ വിസ അടിച്ചു കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 കൊല്ലത്തെ വിസ അടിച്ചു കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 3 മാസത്തെ വിസ അടിച്ചു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിൽ താമസിക്കാനുള്ള ഈ നാട്ടിന്റെ ഭരണാധികാരികളുടെ പെർമിറ്റ് എനിക്ക് 3 വർഷത്തേക്കുണ്ട് എന്ന ഒരു ധാരണ ആ വിദേശത്ത് കഴിയുന്നവർക്കുണ്ടെങ്കിൽ, യഥാർത്ഥ വിദേശ രാജ്യമായ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഈ വിദേശ രാജ്യമായ ഭൂമിയിൽ സ്വദേശമായ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് എത്ര ദിവസം ഇവിടെ കഴിയാൻ പെർമിറ്റുണ്ട് എന്നതിനെ സംബന്ധിച്ച് യാതൊരു ബോധവും അറിവും ഇല്ല എന്നതല്ലേ ശരി? ഈ സാധുവായി ഞാൻ പ്രസംഗിക്കുന്ന എനിക്കെന്റെ പ്രസംഗം തീരുന്നത് വരെ ഞാൻ ഈ വിദേശ രാജ്യത്ത് നിൽക്കും എന്നതിന് ഗ്യാരണ്ടിയില്ല. നിങ്ങളെന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കാർക്കും പറയാൻ സാധ്യമല്ല ഈ വഅദ് തീരുന്നത് വരെ ഞാൻ ജീവിക്കും എന്ന് നിങ്ങൾക്കാർക്കും പറയാൻ സാധ്യമല്ല. സാധുവായി എനിക്കും സാധ്യമല്ല. നമ്മുടെ അനുഭവങ്ങളാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ എത്ര ആളുകൾ ഉണ്ട്, വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടുപോയ എത്ര ആളുകൾ ഉണ്ട്, സഹോദരന്മാരെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ എത്ര ആളുകൾ ഉണ്ട്, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയവരെത്രയുണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയവരെത്രയുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്താണോ നമ്മുടെ അവധി കഴിയുന്നതെന്നതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു വിവരവും ഇല്ല, യാതൊരറിവും നമുക്കില്ല. നാം ഈ വിദേശ രാജ്യത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെയും ഇതിന്റെ ശേഷമുള്ള രാജ്യത്തിന്റെയും ഉടമയും ഭരണാധികാരിയുമായ മാലിക്കുൽ മുലൂക്ക് അല്ലാഹു എനിക്ക് നിശ്ചയിച്ച പെർമിറ്റ് എത്ര ദിവസമാണ്, ഈ ഭൂമിയിൽ കഴിയാൻ എനിക്കുള്ള ദിവസങ്ങൾ എത്രയാണ്, എനിക്കുള്ള മാസങ്ങൾ എത്രയാണ്, എന്റെ മിനിറ്റുകൾ എത്രയാണെന്ന് ഈ സാധുവായ എനിക്ക് യാതൊരു വിവരവും ഇല്ല, നിങ്ങൾക്കും വിവരം ഇല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സ്വദേശമായ നാട്ടിലേക്ക് യജമാനന്റെ ഓർഡർ വരുമ്പോൾ ഒന്നും എടുക്കാൻ പിന്നെ സമയം ഇല്ല, ഒന്നും കരുതാനുള്ള സമയം ഇല്ല. ദുബായിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന മനുഷ്യൻ ടിക്കറ്റ് ഒക്കെ ആക്കിയിട്ട്
ആവശ്യമായ വസ്തുക്കളൊക്കെ വാങ്ങിയെടുക്കാൻ വേണ്ടി അവന് സമയം കിട്ടുന്നുണ്ട്. അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഒരുങ്ങാനുള്ള സന്ദർഭം അവൻ കാണുന്നുണ്ട്. പോവുകയാണെന്ന നിലയ്ക്ക് കുറെ ദിവസം അദ്ദേഹം പലതും വാങ്ങിക്കൂട്ടുന്നുണ്ട്. പക്ഷേ തിരിച്ചു വരാത്ത വിധം ഈ ഒരൊറ്റ യാത്ര മാത്രമേ നമുക്കുള്ളൂ. ആ ഒരൊറ്റ യാത്ര സ്വദേശത്തേക്കുള്ള യാത്ര. നമ്മൾ സ്വദേശത്തു നിന്ന് വന്നവരാണെന്ന് ഞാൻ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്. ഈ വിദേശത്ത് നിന്ന് അതേ സ്വദേശത്തേക്ക് ആവശ്യമായ വസ്തുക്കൾ കരുതാനും ഉണ്ടാക്കാനും നിർമ്മിക്കാനും അതേ അത് പ്രവർത്തിക്കാനും കൈവശപ്പെടുത്താനും ലോകത്തിന്റെ അധിപനായ അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. പക്ഷേ എപ്പോഴാണ് തിരിച്ചു പോകേണ്ടതെന്നതിനെ കുറിച്ച് ഡേറ്റ് പറഞ്ഞു തന്നിട്ടില്ല, സമയം പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ സ്വദേശത്തേക്ക് പോകേണ്ടി വരും. അങ്ങനെ പോകാൻ സർവസമയത്തും പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. പോകാൻ വേണ്ടി ആവശ്യമായതൊക്കെ കരുതിയിട്ട് മർഹബാ മർഹബാ അഹ്ലൻ വസഹ്ലാ. മരണം ഹാജരാകുന്ന സമയത്ത് സന്തോഷത്തോടെ സ്വാഗതം സ്വാഗതം, മരണത്തിന് സ്വാഗതം. ഞാനതും കരുത്തിക്കാൻ അതും കാത്തിങ്ങനെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് മരണത്തെ സ്വാഗതം ചെയ്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെ ധാരാളം മഹാന്മാരുണ്ടായിട്ടുണ്ട്. അവർക്ക് ഈ ഭൂമി ലോകം വിദേശമാണെന്നത് അവരെ മനസ്സിൽ അവർ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ തന്നെ താമസിക്കുമെന്ന ധാരണയിൽ അവരെ നാവുകൊണ്ടൊരു വാക്കും അവരുച്ചരിച്ചിട്ടില്ല, അവരെ മനസ്സുകൊണ്ടൊന്നും അവർ ചിന്തിച്ചിട്ടില്ല, അവരെ കൈകൊണ്ട് ആ നിലക്ക് അവർ പ്രവർത്തിച്ചിട്ടില്ല, അവരെ കാലുകൊണ്ട് ആ നിലക്ക് അവർ നടന്നിട്ടില്ല, അവരെ ശരീരം ആ നിലക്ക് അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അവരെ ചിന്തകളും അവരെ ചലനങ്ങളും അവരെ അടക്കങ്ങളും അവരെ നോട്ടങ്ങളും അവരെ കേൾക്കലും അവരെ സംസാരിക്കലും അവരുടെ ചിന്തയും അവരുടെ എല്ലാം 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 യജമാനനായ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് ആ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സമ്പാദ്യമാകണം എന്റെ വാക്കുകൾ, സമ്പാദ്യമാകണം എന്റെ പ്രവർത്തനങ്ങൾ, സമ്പാദ്യമാകണം എന്റെ അടക്കങ്ങളും ചലനങ്ങളും എല്ലാം പാരത്രിക ലോകത്തിനു വേണ്ടിയുള്ള സമ്പാദ്യമാകണമെന്ന നിലയ്ക്ക് ഈ വിദേശ നാട്ടിലുള്ള ജീവിതം അഥവാ ഭൂമിയിലുള്ള ജീവിതം അവര് നിയന്ത്രിച്ചപ്പോൾ അവർക്ക് അവരുടെ സ്വദേശത്തേക്ക് സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അതിനുവേണ്ടി പ്രചോദനം നൽകുകയാണ് ഇൽമിന്റെ സദസ്സിന്റെ ഫലം. അതിനുവേണ്ടി ജനങ്ങളുടെ ഹൃദയം തട്ടി ഉണർത്തുകയാണ് ഇൽമിന്റെ സദസ്സിന്റെ പ്രയോഗം. ഓ സഹോദരന്മാരെ, അവിടെ അവരുടെ സ്വന്തം നഷ്ടങ്ങൾ അവർ ചിന്തിക്കുന്നില്ല, അധ്വാനങ്ങൾ അവർ പ്രയാസമായി കാണുന്നില്ല. രാത്രി സമയത്തെല്ലാവരും കിടന്നുറങ്ങുമ്പോ അവരെഴുന്നേറ്റ് നീണ്ട സമയം തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ സന്തോഷത്തോടെ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോ അവര് പള്ളിയിൽ കയറിയിട്ട് ഏറ്റിക്കാതിരിക്കുകയാണ്, അവര് ജമാഅത്തിന് പങ്കെടുക്കുകയാണ്. അതേ മറ്റുള്ള പലരും ഹറാമായ പലതും നോക്കാൻ വേണ്ടി കണ്ണുപയോഗപ്പെടുത്തുമ്പോ അവരാ കണ്ണുകൊണ്ട് മുസ്ഹഫ് മറിച്ചു നോക്കുകയാണ്, അവരാ കണ്ണുകൊണ്ട് ആലിമീങ്ങളെ മുഖത്ത് നോക്കുകയാണ്, അവരാ കണ്ണുകൊണ്ട് അല്ലാഹു അനുവദിച്ചത് മാത്രം നോക്കുകയാണ്. അല്ലാഹു തആല കൊടുത്ത കാതുകൊണ്ട് ചീത്ത കേൾക്കാൻ അവരില്ല, തെറി പറയുന്നത് കേൾക്കാൻ അവരില്ല, അതേ ആവശ്യമില്ലാത്ത സംസാരം കേൾക്കാൻ അവരില്ല.
അവരെ കാതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം കേൾക്കുകയാണ്. അവരുടെ മനസ്സിൽ അവരാവശ്യമുള്ളത് ചിന്തിക്കുകയാണ്. അവരുടെ കൈകൊണ്ട് അവരാവശ്യമുള്ളത് മാത്രം സ്പർശിക്കുകയാണ്. അവരുടെ കാലുകൊണ്ട് അവരാവശ്യമുള്ളതിലേക്ക് മാത്രം നടക്കുകയാണ്. ആ നിലക്കവരുടെ ശരീരം ഇത് ഞാൻ വിദേശ രാജ്യത്ത് ജീവിക്കുന്നവനാണ്, എനിക്ക് സ്വദേശത്തേക്കുള്ള യാത്രയാണിത്, ഈ യാത്രക്കിടയിൽ എന്റെ സ്വദേശത്തുള്ള ജീവിതത്തിന് കേടുവരുന്ന ഒന്നും സംഭവിച്ചുകൂടാ, എന്റെ സ്വദേശത്തുള്ള എന്റെ ജീവിതത്തിന് നേട്ടമുണ്ടാകുന്ന ഒന്നും കൈയൊഴിച്ചുകൂടാ. ഈ ചിന്തയിൽ ഈ ഭൗതികമായ ലോകം വെറും ഒരു വിദേശമായി കണ്ടു. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ദുന്യാവിൽ നീ ഒരു വിദേശിയെപ്പോലെയാകണം, ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. നിന്റെ യഥാർത്ഥ ജീവിതം വരുന്നത് പാരത്രിക ലോകത്ത് തന്നെ. അതുകൊണ്ടെന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ഭൗതികമായ ലോകത്തുള്ള ജീവിതം താൽക്കാലികമാണെന്നും പാരത്രിക ലോകമാണ് നിലനിൽക്കുന്ന ജീവിതമെന്നും ആ പാരത്രിക ജീവിതത്തിലേക്കുള്ള യാത്രയിലാണ് നാം. ഇപ്പോൾ നമ്മളുള്ളത് സ്വദേശത്തല്ല, വിദേശത്താണ്. സ്വദേശത്ത് സുന്ദരമായ ജീവിതം നയിക്കണമെന്നുമുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. അത് മനസ്സിന്റെ അടിത്തട്ടിലങ്ങ് വന്നാൽ ഇവിടെ വെള്ളം പ്രശ്നമല്ല, തീ പ്രശ്നമല്ല, വാളു പ്രശ്നമല്ല, ലോകത്തുള്ള ഒരു ശക്തിയും പ്രശ്നമല്ല. അതായിരുന്നു മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. മഹാനവർകൾ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഉറച്ചു വിശ്വസിച്ചു, അത് ഉറക്കെ പ്രഖ്യാപിച്ചു. സാധാരണ മനുഷ്യൻ അല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സാധാരണ മനുഷ്യൻ അല്ല, ഞങ്ങളെപ്പോലുള്ള വ്യക്തി അല്ല, മറിച്ച് അതേ അല്ലാഹു പറഞ്ഞേച്ച വ്യക്തിയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം സത്യമാണ്. ആ മുഹമ്മദ് നബി ഞങ്ങളെ നേതാവാണ്. അതുറപ്പിച്ച് പ്രഖ്യാപിച്ച അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ അതാ വ്യാജ നബിയായി, കള്ള നബിയായി രംഗത്ത് വന്ന അസ്വദുൽ ഔസി എന്ന് പറയുന്ന കള്ളപ്രവാചകന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെട്ടു. അബൂ മുസ്ലിമുൽ ഖൗലാനിയോട് ചോദിച്ചു, അത്തശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഓ അബൂ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദെന്ന് നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ് അസ്വദുൽ ഔസി. ഞാനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നവനാണ് അസ്വദുൽ ഔസി. ചില അത്ഭുതങ്ങളൊക്കെ ജ്യോത്സ്യന്മാര് പ്രകടിപ്പിക്കുന്നത് പോലെ, ദജ്ജാലുകൾ പ്രകടിപ്പിക്കുന്നത് പോലെ, ആൾ ദൈവങ്ങൾ ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നത് പോലെ, ദജ്ജാലുകൾ പ്രകടിപ്പിക്കുന്നത് പോലെ, അതേ ചില ജ്യോത്സ്യന്മാര് അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നത് പോലെ ഈ അസ്വദുൽ ഔസിയും അതുപോലെ മുസൈലിമത്തുൽ കസാബുമൊക്കെ അവരുടെ കൂട്ടിന് അവരുടെ സഹായികളായുള്ള ശൈത്താന്മാരുടെ സേവ കൊണ്ട് അവരും പല അത്ഭുതങ്ങളും പ്രകടിപ്പിക്കാറുണ്ട്. ആ അത്ഭുതങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന വിരോധിയായി അന്നത്തെ കാലത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ട അസ്വദുൽ ഔസിയുടെ കൊട്ടാരത്തിൽ നിന്ന് അതേ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന്
നീ ഉറപ്പിച്ചു പറയുമോ എന്ന് ചോദിക്കുമ്പോ, ഇത് എന്റെ നാടല്ല, ഈ ഭൂമിലോകം എന്റെ സ്വദേശമല്ല, ഇതെന്റെ വഴിയാത്രയിലുള്ള വിദേശമാണ്, എനിക്ക് പോകാനുള്ളത് സ്വദേശത്ത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിന്റെ താക്കോൽ കയ്യിൽ പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എന്നോട് ഇവന്റെ കൊട്ടാരത്തിൽ വെച്ച് ചോദിക്കുമ്പോ ഒരൽപ്പവും പതറാതെ ചിതറാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ഈ കള്ളപ്രവാചകന്റെ കൊട്ടാരത്തിൽ ഉറക്കെ പറയാൻ കിട്ടിയ സമയം വിനിയോഗിക്കുക തന്നെ. ഇവിടെ വന്നാൽ എന്ത് വരും? ഇവനൊരു പക്ഷേ എന്റെ തലയങ്ങ് വെട്ടിക്കളയും, അല്ലെങ്കിൽ എന്നെ വേറെ എന്തെങ്കിലും ചെയ്തേക്കും. അതൊക്കെ ഈ വിദേശത്തുള്ള ജീവിതത്തിന് ബാധിക്കുന്നതല്ലേ, എന്റെ സ്വദേശത്തുള്ള ജീവിതത്തിനത് ബാധിക്കുന്നില്ലല്ലോ. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി ഉറത്തുറന്നങ്ങ് പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് തന്നെ. ഞാനത് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമായി നിന്റെ കൊട്ടാരത്തിൽ ഇതാ പ്രഖ്യാപിക്കുന്നു, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അസ്വദുൽ അൻസിയുടെ രണ്ടാമത്തെ ചോദ്യം, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്, അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്. ഞാനും അല്ലാഹുവിന്റെ റസൂലാണെന്ന്, ഞാനും അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നീ പറയുകയില്ലേ? എന്റെ ഈ കൊട്ടാരത്തിൽ വെച്ച് നീ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞു, ഞാനും അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ പറയുന്നു, നീ അതിവിടെ വെച്ച് പ്രഖ്യാപിക്കുമോ? മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനറിയാം, ഇവൻ കള്ളപ്രവാചകനാണ്, ഇവൻ വ്യാജനാണ്, ഇവനെ പിടിച്ചതുകൊണ്ടൊന്നും കിട്ടാനില്ല, ഇവൻ വ്യാജനാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്. യഥാർത്ഥത്തിൽ ഒറിജിനലിനെ മുറുകെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ഒറിജിനൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അന സയ്യിദു വലദി ആദം, ആദം സന്തതികൾക്ക് ഞാൻ നേതാവാണ്. നേതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയില്ലേ? ഇവിടെയൊക്കെ 100,000 പാർട്ടിക്കാരുണ്ട്. ഏത് പാർട്ടിക്കിൽപ്പെട്ട മനുഷ്യനാണെങ്കിലും അയാൾക്കൊരു പ്രശ്നം വരുമ്പോ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഏത് അനുയായിയും വിളിക്കുക നേതാവിനെയാണ്. ഉടനെ നമ്മളെ നേതാവിനെ വിളിച്ച് പറയലാണ്, എനിക്കിവിടെ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിക്കണം അല്ലേ. എന്നാൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും നേതാവാരാണ്? അന സയ്യിദു വലദി ആദം, എല്ലാവരുടെയും നേതാവ് ഞാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ പ്രശ്നവും പരിഹരിക്കുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ്? പരിഹരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാൽ അല്ലാഹു തള്ളുകയില്ല. കാരണം അവന്റെ ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ആ ഹബീബായ നബിയെയാണ് മുറുകെ പിടിക്കേണ്ടത്. നേരെ മറിച്ച് ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകനായ
അസ്വദുൽ അൻസിയെ മുറുകെ പിടിച്ചാൽ എന്റെ ദുനിയാവിലും ആഖിറത്തിലും ഫലം കിട്ടുകയില്ല. അതുറച്ചു വിശ്വസിക്കുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി കള്ളപ്രവാചകന്റെ കൊട്ടാരത്തിൽ നിന്ന് പരസ്യമായെന്ന് പറഞ്ഞു, മാതാ ലാ അസ്മഉ, ഞാൻ കേൾക്കുന്നില്ല. നീ പ്രവാചകനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുമോ എന്ന് നീ ചോദിക്കുമ്പോ നിന്റെ ആ വാക്ക് കേൾക്കാൻ എനിക്ക് കാതില്ലടാ. നീ പ്രവാചകനാണെന്ന വാക്ക് കേൾക്കാൻ എനിക്ക് കാതില്ല, ഞാനത് കേൾക്കാൻ തയ്യാറില്ല. പ്രഖ്യാപിക്കൽ പിന്നെയല്ലേ, അതിന്റെ കാതിന് കേൾക്കുക തന്നെ വേണ്ട. അബൂ മുസ്ലിമുൽ ഖൗലാനിയെ തീക്കുണ്ടാരത്തിൽ എറിയാനാണ് അസ്വദുൽ അൻസിയുടെ തീരുമാനം. വലിയ തീക്കുണ്ട് സംഘടിപ്പിക്കുകയാണ്, വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് എറിയുകയാണ്, നന്നായിട്ട് തീ കത്തിക്കുകയാണ്. തീ ഇങ്ങനെ ആളി കത്തുമ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ തീക്കുണ്ടാരത്തിലേക്ക് അതാ എറിയാൻ പോവുകയാണ്. അബൂ മുസ്ലിമുൽ ഖൗലാനിക്ക് സന്തോഷം തന്നെ. എന്താ സന്തോഷം? പാരത്രിക ലോകത്തുള്ളൊരു തീ, അത് ജഹന്നമിന്റെ തീയാണ്. ആ തീ ഭൂമിയിലുള്ള തീയിന്റെ 70 ഇരട്ടിയോളം ചൂടുള്ള തീയാണ്. അവിടെ കത്തിക്കുന്ന വിറക് ഇവിടെ കത്തിക്കുന്ന വിറകല്ല, ഇവിടെ ഉണങ്ങിയ മരച്ചില്ലുകളാണ് കത്തിക്കുന്നതെങ്കിൽ അവിടെ ജഹന്നമിൽ കത്തിക്കുന്ന വിറക് ഖുർആൻ പറയുന്നു, നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറക് അത് പാറക്കല്ലുകളാണ്, പച്ച മനുഷ്യന്മാരാണ്. പച്ച മനുഷ്യനാണ് വിറക്. പച്ച മനുഷ്യനെന്ന് പറഞ്ഞാലോ ഇന്നിപ്പോൾ കാണുന്ന പ്രകൃതി അല്ല. ഓരോ മനുഷ്യനും വലിയ തടിച്ച് കൊഴുത്ത് വലിയ പർവ്വതം കണക്കേ കൊഴുത്ത ശരീരമുള്ള മനുഷ്യൻ. ഈ ശരീരത്തെ വളരെ തടിപ്പിച്ച് വലിയ കൊഴുത്ത മനുഷ്യൻ. ആ മനുഷ്യനെ കത്തിക്കപ്പെടുന്ന, പച്ച മനുഷ്യനെ കത്തിക്കപ്പെടുന്ന തീയാണ് നരകം. വഖൂദുഹന്നാസു വൽ ഹിജാറ, പാറക്കല്ലുകൾ കത്തുന്ന തീയാണ് നരകം. ഈ ഭൂമിയിലുള്ള തീ പോലെ ലഘുവായതല്ല, നിസ്സാരമല്ല. ഓ സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ മടി തോന്നിയിട്ട് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ, നിസ്കാരം കളാക്കുന്ന ഉമ്മമാരെ, ഹറാമും ഹലാലും ചിന്തിക്കാതെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ ലയിച്ച് പരലോകം മറക്കുന്ന ജനങ്ങളെ, ഈ ഭൂമിയിലെത്തിയും നീ ഒരു 5 മിനിറ്റ് നീ നിന്റെ വിരലൊന്ന് വെച്ചു തരണമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് നീ ഒന്ന് വെച്ചു തരുമോ? 2 മിനിറ്റ് ഒന്ന് തീയിൽ വെച്ച് ചുട്ടു തരുമോ? ഇല്ലെന്നാണ് മറുപടിയെങ്കിൽ വേണ്ട, ആ തീ വേണ്ട. ആ തീയിന്റെ ചൂടുകൊണ്ട് ചൂടായ തിളക്കുന്ന വെള്ളം, ആ വെള്ളം നീ ഒന്ന് കുടിച്ചു തരുമോ? ആ വെള്ളം നിന്റെ മുഖത്തൊന്നൊഴിക്കാൻ നീ മുഖം കാണിച്ചു തരുമോ? തിളക്കുന്ന വെള്ളം, തീയല്ല, തീ കൊണ്ട് ചൂടായ വെള്ളം, ആ വെള്ളം നിന്റെ തോലുകളിൽ സ്പർശിക്കാൻ നീ അനുവദിച്ചു തരുമോ? ഇല്ലെന്നാണ് മറുപടിയെങ്കിൽ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ അതല്ലേ ജഹന്നമിലെ തീ. ആ തീയിനെ കുറിച്ച് നല്ല ബോധം അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ട്. എന്റെ സ്വദേശമാകുന്ന സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഞാനങ്ങ് വഴിതെറ്റിപ്പോയാൽ
ഞാൻ എത്തിച്ചേരുന്നത് തീക്കുണ്ടാരത്തിലാണ്. ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ ഈ വിദേശ ജീവിതം അവസാനിക്കാൻ പോകുന്നു. അവസാന നിമിഷത്തിൽ ഞാനൊന്ന് തീയിലേക്ക് എറിയപ്പെടുന്നു. ഇവിടെയുള്ള ലഘുവായ തീയിൽ 1 മിനിറ്റ് ഞാനങ്ങ് കത്തിക്കരിഞ്ഞാൽ അതുകൊണ്ട് എന്റെ നരകത്തിലെ തീ രക്ഷപ്പെടുമെങ്കിൽ എനിക്ക് ലാഭം തന്നെയല്ലേ. തീയിൽ ഞാൻ ചാടുന്നതല്ലല്ലോ. ഞാൻ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ല പറഞ്ഞേച്ച വ്യക്തിയാണെന്ന് നബിയുടെ കഠിന വിരോധിയായ അസ്വദുൽ അൻസിയുടെ കൊട്ടാരത്തിൽ വെച്ച് ഉറക്കെ പറഞ്ഞു. കള്ളപ്രവാചകനായ അസ്വദുൽ അൻസി നബിയാണെന്ന് ഞാൻ അംഗീകരിച്ചു കൊടുത്തില്ല. അതിന്റെ പേരിൽ എന്നെ കരിക്കാൻ തീക്കുണ്ടാരം നിർമ്മിക്കുന്നു, തീ പാളിക്കത്തുന്നു. ആ തീയിലേക്ക് എന്നെ എറിയപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് പാരത്രീക ലോകത്ത് നബിയെ കാണാമല്ലോ. നബിതങ്ങളിൽ എന്നെ സമാശ്വസിപ്പിക്കുമല്ലോ. എനിക്ക് പാരത്രീക ലോകത്ത് ആ നരകത്തിൽ നിന്ന് രക്ഷ നേടാനൊരു വഴി കിട്ടിയല്ലോ. സന്തോഷം തന്നെ. അല്ലാഹുവിന്റെ തീരുമാനത്തിൽ സന്തോഷം തന്നെ. തീക്കുണ്ടാരത്തിൽ എറിയപ്പെടുമ്പോ ധൈര്യം തന്നെ. എനിക്കെന്റെ ആഖിറം രക്ഷപ്പെടാൻ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടാൽ എന്താണ്? അബൂ മുസ്ലിമുൽ ഖൗലാനിയെ പിടിച്ചു തീക്കുണ്ടാരത്തിലേക്ക് അങ്ങെറിഞ്ഞു. പക്ഷേ ലോകത്ത് കരിക്കാൻ തീക്ക് ശക്തിയുണ്ടോ? കത്തിക്ക് മുറിക്കാൻ ശക്തിയുണ്ടോ? മരുന്നിന് സുഖപ്പെടുത്താൻ ശക്തിയുണ്ടോ? ഡോക്ടർമാർക്ക് കഴിവുണ്ടോ? എഞ്ചിനീയർമാർക്കുണ്ടോ? വക്കീലിനുണ്ടോ? രാജാവിനുണ്ടോ? പോലീസിനുണ്ടോ? കോടതിക്കുണ്ടോ? പണ്ഡിതനുണ്ടോ? പാമരനുണ്ടോ? പണക്കാരനുണ്ടോ? ലോകത്തധികാരം അല്ലാഹുവിനല്ലേ. സാധാരണക്കാർക്കും അധികാരമില്ല, അസാധാരണക്കാർക്കും അധികാരമില്ല. സാധാരണ വഴിയിലും ഇല്ല, അസാധാരണ വഴിയിലും ഇല്ല. ഇവിടെ സൃഷ്ടിക്കുന്നവൻ അല്ലാഹയല്ലാതെ ഇല്ല, കൊടുക്കുന്ന